ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു നാടൻ സാമ്പാറാണ്. അപ്പോൾ ഈ സാമ്പാറിനായിട്ട് ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഇതിൽ വാഴയ്ക്ക, ബീൻസ്, മത്തങ്ങ, പൊട്ടാറ്റോ, വെണ്ടയ്ക്ക, പയർ ഇതെല്ലാം ഉണ്ട്. ഇതിൽ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലൊന്നും വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പാത്രത്തിൽ തന്നെ വേവിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ സാമ്പാർ നമ്മൾ കുക്കറിൽ വെച്ചുണ്ടാക്കുമ്പം ഈ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല. വെന്തടിഞ്ഞു പോകുമ്പോഴേക്കും അത് വേറൊരു ടേസ്റ്റ് ആയി പോകും. അപ്പം ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേക്കും എപ്പോഴും ഒരു പാത്രത്തിൽ, സാധാരണ പാത്രത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിലും തീരെ പൊടിയായിട്ടല്ല കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പകുതി ഭാഗം വരെ വെള്ളം ഒഴിച്ചാൽ മതി. എന്തുമാത്രം വെജിറ്റബിൾ ആണോ ഉള്ളത് അതിൻ്റെ നെകക്ക് വരെ ചെല്ലണ്ട, അതിൻ്റെ ആ പകുതി ഭാഗത്ത് വരെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് വേവാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. എനിക്ക് ഈ സാമ്പാറിൻ്റെ റെസിപ്പി കിട്ടിയത് ഞങ്ങളുടെ നെയ്ബറായ സത്യൻ ചേട്ടനിൽ നിന്നാണ്. ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല സത്യൻ ചേട്ടൻ ഉണ്ടാക്കുന്ന സാമ്പാറിന്. അപ്പം ഞങ്ങൾ ആ റെസിപ്പിയൊക്കെ ചോദിച്ച് പഠിച്ചു. അപ്പം അതൊരു നല്ല ടേസ്റ്റാണ് ആ സാമ്പാറിന്. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് കമൻറ്റുകളായിട്ടും അറിയിക്കണം. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെന്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഞാൻ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പരിപ്പ് ഞാൻ വേറെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം പല നാട്ടിലേക്കും പലരും പല രീതിയിലുള്ളതായിരിക്കും ചിലപ്പോൾ സാമ്പാറിന് ചേർക്കുന്നത്. കാരണം ഇങ്ങനെ പല ടൈപ്പിലുള്ള പരിപ്പുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ പരിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ്. അപ്പം കഷ്ണങ്ങളൊക്കെ വേവുന്ന ആ സമയത്ത് അത് കൂടുതലായിട്ട് അങ്ങ് വെന്തടിയും. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് വേവിച്ചെടുത്തത്. അതേസമയത്ത് നമ്മൾ ഈ പരിപ്പാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടത്തില്ല. അത് കൂടുതൽ സമയം എടുക്കും. ആദ്യം അത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പം അങ്ങനെ ഈ പരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, വാളംപുളിയാണ്. അത് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ് ആദ്യം തന്നെ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, ഇത് സാമ്പാർ പൊടിയാണ്. 1.5 സ്പൂൺ സാമ്പാർ പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിന് നെകക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരമണിക്കൂർ നേരം ആയിട്ടുണ്ട് മൊത്തം കൂടി. ഇനി ഇതിലേക്ക് ഒരല്പം കായം ഇട്ട് കൊടുക്കാം. കായം ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതിയായി. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് എല്ലാ ചേനക്കഷ്ണമൊക്കെ വേവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ടിട്ട് ഒരല്പം കടുക് താളിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് വേറൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ സവാള ഒരെണ്ണം ചേർത്തതായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് കടുക് താളിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കടുക് താളിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ചേർക്കണ്ട. അപ്പോൾ ഈ മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ മല്ലിയില ചേർത്തപാടെ കറി ഇളക്കി കൊടുക്കരുത്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു ചൂടോട്ടിൽ തന്നെ ആ മല്ലിയുടെ സത്തൊക്കെ ഇതിലേക്ക് കറിയിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സാമ്പാർ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.